ആദ്യം CPIM പ്രതിനിധി PP ചിത്തരഞ്ജനിലേക്കാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് പുറത്തു വന്ന വിവരാവകാശ രേഖയനുസരിച്ച് ഒരു ദേശീയ മാധ്യമത്തിന് കിട്ടിയ വിവരങ്ങൾ പബ്ലിഷ് ചെയ്തതനുസരിച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഇതുവരെയുള്ള കൊള്ളയല്ല, ഇതിലും വലിയ കൊള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പിന് മുൻപ് ലക്ഷ്യമിട്ടത് 10,000 കോടി കൂടി ഇലക്ട്രൽ ബോണ്ട് ആയി പിരിച്ചെടുക്കാനുള്ളൊരു നീക്കമാണ്. അതിനാണ് സുപ്രീം കോടതി വലിയ തരത്തിൽ തടയിട്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് CPIMന്റെ പ്രതികരണം? സുപ്രീം കോടതിയുടെ ഈ വിധി യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 10,000 കോടി രൂപ കൂടി ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിക്കുവാനുള്ള നീക്കമാണ് പാളിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഇതുവഴി സമാഹരിച്ച വലിയൊരു തുക കൂടാതെ ഈ 10,000 കോടി കൂടി കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു അഴിമതിക്കാണ് അവസരമൊരുക്കുവാൻ തയ്യാറായിരുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയത് നേരത്തെയുള്ള കണക്കുകളനുസരിച്ച് തന്നെ ഹൈദരാബാദിൽ നിന്നുള്ള മേഘ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്ഥാപനമാണ്. അവർ നൽകിയിട്ടുള്ളത് ഏതാണ്ട് 1034 കോടി രൂപയുടെ ഫണ്ടിങ്ങാണ്. അതിനകത്ത് BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും ഇതിനകത്ത് തുക കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. 714 കോടി രൂപ BJPക്ക് ലഭിച്ചപ്പോൾ 320 കോടി രൂപ കോൺഗ്രസും ഈ ഇനത്തിൽ വാങ്ങിയിരിക്കുകയാണ്. വേദാന്ത ഗ്രൂപ്പ് കോൺഗ്രസിന് 125 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. കൊൽക്കത്തയിലെ കെവൻഡർ ഗ്രൂപ്പ് BJPക്ക് സംഭാവനയായി 320 കോടി നൽകിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് കോൺഗ്രസിൻ്റെ കൊൽക്കത്തയിലെ ബംഗാളിലെ പ്രമുഖരായ നേതാവ്, ലോകസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിരുന്ന ശ്രീ അധീർ രഞ്ജൻ ചൗധരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 4 കമ്പനികളിലൂടെയാണ് ഏതാണ്ട് 616 കോടി രൂപ ഈ ഗ്രൂപ്പ് പല പാർട്ടികൾക്കായി ബോണ്ടായി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി 30 കോടി രൂപയാണ് ആന്ധ്രയിലെ BJPയുടെ MP ആയിട്ടുള്ള CM രമേശിൻ്റെ ഋത്തിക് പ്രൊജക്ട്സ് കമ്പനിയിൽ നിന്ന് കോൺഗ്രസ്സിന് നേടുവാൻ കഴിഞ്ഞത്. അവിടെ കാണേണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ഹിമാചൽ പ്രദേശിലെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ഈ കമ്പനി 1098 കോടി രൂപയുടെ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് BJPയുടെ MP ഈ തുക കോൺഗ്രസിന് 30 കോടി രൂപ ബോണ്ടായി കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. ഈ ബോണ്ടിൻ്റെ 66% വാങ്ങിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാനിതിങ്ങനെ ഇതെല്ലാം ഓരോന്നോരോന്നായി പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, BJPയെ നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ അഴിമതി, വമ്പിച്ച സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കഥകളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താ? ഇത്ര വലിയ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെ BJP, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ട് അവിഹിതമായ മാർഗത്തിലൂടെ, കുത്സിതമായ മാർഗത്തിലൂടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പല പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ നോട്ടം വിട്ടുകൊണ്ട് അവർ നീങ്ങിയാണ്. ഒരു ഭാഗത്ത് വലിയ അഴിമതി നടത്തുമ്പോൾ മറുഭാഗത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി, തങ്ങളുടെ താല്പര്യത്തിനൊത്തു നിൽക്കാത്തവരെ കൽത്തുറങ്ങി നടക്കുന്നതിന് വേണ്ടി അധികാര ദുർവിനിയോഗം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ പ്രശ്നം. അതിൻ്റെ മറ്റ് രണ്ടാം ഘട്ടത്തിലെ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വേറൊന്നും കൊണ്ടല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിനകത്ത് BJP വിമർശിക്കുവാൻ ഒരു അധികാരവുമില്ലാത്ത പാർട്ടിയായി മാറുന്നു എന്നുള്ളത്